ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നത്തെ വീഡിയോ ഞങ്ങളവിടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ എൻ്റെ വീടിൻ്റെ അവിടുന്ന് ഒരു 3.25 കിലോമീറ്ററേ ഉള്ളൂ ദൂരം തേവലക്കര പടിഞ്ഞാറ്റക്കര എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക്. അവിടെയുള്ള ഒരു പൊറോട്ടക്കടയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതെന്ന് വെച്ചാൽ അവിടെ സ്പെഷ്യലെന്ന് പറഞ്ഞാൽ പോത്തും കാലും ബീഫുമാണ്. ഇത് ഭയങ്കര ഫേമസാണ്. ഒരു 4-5 വർഷമായി എന്ന് പറയുന്നു ഇവിടുത്തെ തുടങ്ങിയിട്ട്. പക്ഷേ ഞാനറിഞ്ഞത് ഈയിടെയാണ് അറിഞ്ഞത്. അപ്പം നമുക്കത്ര വലിയ പിടിയില്ലല്ലോ, ഈ പുറത്തെ കാര്യങ്ങളൊന്നും എനിക്കത്ര അറിയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇതുണ്ടെന്നറിഞ്ഞു. മക്കളാണ് പോയത്, അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഞാനിവിടെ ഇത് കാണാൻ പോയതാണ്. പക്ഷേ ഞാനിതൊന്നും കഴിക്കത്തില്ല, ബീഫും ഒരു മീറ്റും ഞാൻ കഴിക്കത്തില്ല. അപ്പം അവരിത് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പോത്തുംകാല് കിട്ടിയില്ല, അതിന് രാവിലെ 7 മണിക്ക് മുമ്പ് പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചെന്നപ്പം 8 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കിട്ടിയില്ല. പിന്നെ ദൂരേന്ന് വരുന്നവർ നേരത്തെ പറഞ്ഞ് ഓർഡർ ചെയ്തിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞു. ഇതൊന്നും നമുക്കറിയത്തില്ലായിരുന്നു, അവിടെ ചെന്നപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞത്. പിന്നെ അവർക്ക് പൊറോട്ടയും ബീഫ് കറിയും കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ സ്ഥലം ഇത്രയും അടുത്താണൊക്കെ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നുള്ളത് അന്നേരമാണ്. ഇത് ഇവിടെ എവിടെയോ ഇങ്ങനൊരു മോനറിയായിരുന്നു, ഇവിടെ എവിടെയോ ഇങ്ങനെയൊരു ഷോപ്പ് ഉണ്ട്, സ്ഥലം കറക്റ്റ് അറിയത്തില്ലായിരുന്നു എവിടെയാണെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങളവിടെ നിന്നു. അവിടെ അടുത്ത് നല്ല വയൽ, നല്ല ഭംഗിയാണ് അവിടുത്തെ കാഴ്ചകൾ കാണാൻ. ദേ ഈ പ്ലേറ്റ് കണ്ടോ, ഇത് ഈ പോത്തുംകാലിട്ട് കുത്തിയിട്ടുള്ള അടയാളമാണെന്ന് തോന്നുന്നു. ഈ പ്ലേറ്റ് ഇങ്ങനെയാണ് കിട്ടുന്നത്. പൊറോട്ടയും ബീഫ് കറിയും കിട്ടിയതാണ്. ഭയങ്കര ടേസ്റ്റാണെന്നാണ് മക്കൾ പറഞ്ഞത്. കഴിച്ചിട്ട് സൂപ്പറാണെന്ന്. അത് നല്ല ആവി പറക്കുന്ന അന്നേരം ഉണ്ടാക്കിയിട്ട് ഫ്രഷ് കറിയാണ് കൊടുക്കുന്നത്. അവിടുത്തെ ഒരു ആംബിയൻസ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഒരു തോട്, ഇത് പിന്നെ ഞാൻ പഴയ വീഡിയോസ്, ആൾക്കാർ വന്നിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ പിന്നെ കണ്ടു. അപ്പോൾ ഈ തോടിൽ നിറയെ വെള്ളവും നല്ല ഭംഗിയായിട്ട് കിടക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ മൊത്തം പ്ലാസ്റ്റിക് കുപ്പികൾ, വെള്ളം വറ്റി തുടങ്ങി, പായലും ഉണ്ട്. പക്ഷേ എല്ലാവരും വേസ്റ്റ് ഇപ്പോൾ അങ്ങോട്ടിടുന്നുണ്ട്, അതാരും ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു. ആ ഒരു പ്രവണതയൊന്ന് മാറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പം അവിടെ മൊത്തം കുപ്പി, പ്ലാസ്റ്റിക് പാത്രങ്ങളും പേപ്പറുകളും ഒക്കെ വലിച്ചിടുന്നുണ്ട് ആ തോട്ടിലേക്ക്. അതെ, കാണുന്ന മനോഹരമായിട്ടുള്ള സ്ഥലമാണ്, നല്ല ഭംഗിയാണ്. പിന്നെ വലിയ വിലയൊന്നുമില്ല. ഇവിടെ 60 രൂപയാണ് ഒരു പ്ലേറ്റ് പോത്തുംകാലിന്. അപ്പം ദൂരേന്ന് വരണമെന്നുള്ളവർ ഈ വീഡിയോ കണ്ടിട്ട് വരണം എന്നുള്ളവർക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആളിനെ വിളിച്ചു പറഞ്ഞാൽ മാറ്റി വെച്ചേക്കും, രാവിലെ എത്തുമെന്ന് പറഞ്ഞാൽ. ഞങ്ങളവിടെ നിന്നപ്പോൾ ഒരു തുമ്പപ്പൂ കണ്ടു. ഇപ്പം എങ്ങും കാണാനില്ലാത്ത സംഭവമല്ലേ, അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ എടുത്തത്. നല്ല പോലെ പൂവായിട്ട് നിൽക്കുന്ന കണ്ടോ തുമ്പ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അവിടെ ആ വയൽ നല്ല ഭംഗിയാണ്. ഒരു തെങ്ങിൻ്റെ പാലമുണ്ട്, 2 തെങ്ങ് കുറുകെ ഇട്ടതേണ്ട പാലം. ഈ പാലത്തിൽ കൂടെ അക്കരെ ഇക്കരെ കിടക്കാം. ഈ പാലത്തിലിരുന്ന് കഴിക്കുന്നവരുണ്ട്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഒറ്റത്തടി തെങ്ങിൻ്റെ പാലത്തിൽ കൂടെ ഒക്കെ എൻ്റെ ചെറുതിൽ ഞാൻ പോയിട്ടുണ്ട്. ഞങ്ങൾ അമ്പലത്തിൽ പോകുന്ന വഴിക്കൊക്കെ ഒരു തോട്, ചെറിയൊരു തോടിന് ഒറ്റത്തടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാനിതിലൂടെ ഉറപ്പായിട്ട് ഞാൻ പോകാൻ പറ്റത്തില്ല, മറിഞ്ഞ് താഴെ വീഴും. അങ്ങനെയാണ്. നല്ല രസമാണ് ഇവിടെ കാണാൻ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ഈ സ്ഥലത്ത് വന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നല്ല ഭംഗിയാണെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ്. അതുപോലെ അവർ കഴിച്ചിട്ട് പറഞ്ഞത് സൂപ്പർ ഫുഡാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ രാവിലെ 7 മണിക്ക് മുമ്പ് വരണം പോത്തുംകാല് കിട്ടണമെന്നുണ്ടെങ്കിൽ. പിന്നെ വൈകിട്ട് ഉച്ചയ്ക്ക് ഫുഡുണ്ട്, വൈകിട്ട് കാപ്പിയുണ്ട്, ഇതെല്ലാം അവിടെ കിട്ടും. നല്ലതാണ്. ഞങ്ങൾക്കിനി ഒരു ദിവസം വൈകിട്ട് പോകണമെന്ന് പ്ലാനുണ്ട്. അപ്പോൾ അന്നത്തെ വീഡിയോയും ഇടുന്നതായിരിക്കും. വയലും തോടും എല്ലാം നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഓക്കെ.